മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത കണക്കൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതെല്ലാവരും നോട്ട്ബുക്കിലൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് കണക്കിലോട്ട് പോകാം അല്ലേ. നമ്മൾ ഏത് ചാപ്റ്ററാണ് എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളൊരു ചാപ്റ്ററാണ് എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമ്മൾ രണ്ട് ക്വസ്റ്റ്യനാണ് അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കിനി അതിൽ തേർഡ് ക്വസ്റ്റ്യൻ മുതൽ വീണ്ടും 1-2 ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. എന്നിട്ട് വേണം അതിൻ്റെ ഫിറ്റിങ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാം. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. The height of the school children, the height of the school children, height of the school children of one institution is normally distributed with a mean of 54 inches, and standard deviation of 12 inches. Next, what percentage of students have height between 46 and 56 inches. 46 and 56 inches. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കണക്കായിട്ട് നമുക്ക് പറയാനുള്ളത് അല്ലേ. നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ, എന്നാലും ഞാൻ ചെയ്യാം, ശ്രദ്ധിക്കുക. ഇതിലിവിടെ പറയുന്നത് ദി ഹൈറ്റ് ഓഫ് ദി സ്കൂൾ ചിൽഡ്രൻ ഓഫ് വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹൈറ്റ് എന്ന് പറയുന്നത് ഈസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് മീൻ എന്ന് പറയുന്നത് 54 ഇഞ്ചസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 12 ഇഞ്ചസ് അല്ലേ. അപ്പം നമുക്കറിയാം മീൻ ഈസ് ഈക്വൽ ടു മ്യൂ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 54. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 12. മ്യൂ ഈസ് ഈക്വൽ ടു 54 തന്നിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 12 അങ്ങനെ തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വാട്ട് പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഹാവ് എ ഹൈറ്റ് ബിറ്റ്വീൻ 46 and 56 ഇഞ്ചസ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ എക്സ് ലൈസ് ബിറ്റ്വീൻ 46 and 56 അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ എഴുതാം. ഇതിൽ ആദ്യം എക്സ് ലൈസ് ബിറ്റ്വീൻ 46 and 56. അപ്പോൾ ഹൈറ്റ് ബിറ്റ്വീൻ 46 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 56 ഇങ്ങനെയാണ് വരിക. 46 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 56 ഇങ്ങനെയല്ലേ വരിക. അപ്പോൾ ആദ്യം എക്സ് ഇസ് ഈക്വൽ ടു 46. അപ്പോൾ z is equal to
x minus mu divided by standard deviation. Z is equal to x minus mu divided by standard deviation. അതിൽ x എന്ന് പറയുന്നത് 46 മൈനസ് mu എത്രയും നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. mu is equal to എത്രയായിരുന്നു? 54 divided by standard deviation എന്ന് പറയുന്നത് 12. അപ്പം -8/12 അല്ലേ? അപ്പോൾ എത്ര വന്നു? 0.67. അതിൻ്റെ വാല്യൂ 0.67 ആണ് വരിക. -0.67 എന്നുള്ളത് കിട്ടി. നെക്സ്റ്റ്, വെൻ x is equal to 56, x സമം 56 വരുമ്പോൾ അപ്പോൾ z is equal to x minus mu divided by standard deviation അല്ലേ? അപ്പോൾ x എന്ന് പറഞ്ഞാൽ 56 minus 54 divided by standard deviation 12 ഇങ്ങനെയാണ് വരിക. അങ്ങനെ വരുമ്പോൾ 2/12 അല്ലേ? 2 divided by 12 എന്ന് പറഞ്ഞാൽ 0.17 ആണ് ആൻസറായിട്ട് വരുന്നത്. 0.17 ആൻസറായിട്ട് വരും കേട്ടോ. ഇനി നമ്മളിതിൽ കൊടുക്കുക, ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ എങ്ങനെ വരിക? നെഗറ്റീവ് ആദ്യമല്ലേ നമ്മൾ എഴുതുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതണം? ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 0.67 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 0.17. നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയഗ്രാം വരയ്ക്കാം. അതിൻ്റെ ഡയഗ്രാം വരയ്ക്കുമ്പോൾ അതെങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് പറയാം, ശ്രദ്ധിക്കൂ കേട്ടോ. അതിൻ്റെ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്കിവിടെ ചെയ്യാൻ ശ്രദ്ധിക്കാം. വരച്ചു. നെഗറ്റീവ് 0.67 ഇവിടെ വരും. പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ സൈഡിൽ വരും 0.17. ഇങ്ങനെയാണ് അതിൻ്റെ വാല്യൂസ് വരിക കേട്ടോ. അപ്പം നെഗറ്റീവ് 0.67ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 0.67 എത്രയാണ് വരിക നോക്കൂ. നമുക്ക് വരുന്ന വാല്യൂ തന്നിരിക്കുന്നത് നോക്കുക. എത്രയാണ്? 0.6എടുത്തു, അതിൽ 7 എടുക്കുക കേട്ടോ. എത്രയാണ് 7 വരുന്നത് നോക്കൂ. 7.2486 ആണ് വരുന്നത്. അപ്പോൾ 0.2486 രണ്ട് ഡിഫറെൻറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ നടുവിൽ പ്ലസ് ആണ് ചിഹ്നം വരിക കേട്ടോ. ഇനി 17 0.1ൽ 7 നോക്കുക. 0.1ൽ 7 എന്ന് പറയുന്നത് 0.0675 0.0675. അപ്പോൾ നമ്മുടെ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 0.3161 ആണ് വരിക കേട്ടോ. 0.3161 എന്നുള്ളതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി നമ്മളോട് പെർസെൻറ്റേജ് ആണ് പറഞ്ഞിരിക്കുന്നത്. പ്രപ്പോർഷൻ ഓഫ് സ്റ്റുഡൻസിൻ്റെ പെർസെൻറ്റേജ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ പെർസെൻറ്റേജ് കാണുമ്പോൾ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? ഈ കിട്ടിയതിനെ 0.3161 ഇൻറ്റു 100 കൊണ്ട് നമ്മളതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് ആൻസർ 31.61% എന്നുള്ളത് കിട്ടും. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ ചെയ്തു. ആ തേർഡ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. ശ്രദ്ധിക്കുക വേഗം. Next question. Next question എന്ന് പറയുന്നത് in a competitive examination examination in a competitive examination 5,000 students have appeared. 5,000 students have appeared.
ശ്രദ്ധിക്കുക. ഇൻ എ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ 5000 സ്റ്റുഡൻസ് ഹാവ് അപ്പിയർഡ് ഫോർ എ പേപ്പർ in statistics. The average mark was average mark was 62 and standard deviation എന്ന് പറയുന്നത് 12 was 12. Standard deviation എന്ന് പറയുന്നത് 12 ആണ്. If there are only 100 vacancies, find the minimum marks. Find the minimum marks that one should score in order to get selected. ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് നേരത്തെ മാതിരി എക്സിന് ഇന്ന വാല്യൂസ് എടുക്കാനൊന്നും തന്നിട്ടില്ല. കുറച്ചൊരു ഡിഫറെൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇത്. അപ്പം ഇൻ എ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ 5000 സ്റ്റുഡൻസ് ഹാവ് അപ്പിയേർഡ് ഫോർ എ പേപ്പർ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലേ. അപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തു. ആ കണ്ടക്ട് ചെയ്തതിൽ 5000 കുട്ടികളാണ് പേപ്പർ സ്റ്റാറ്റിസ്റ്റിക്സിൽ അറ്റൻഡ് ചെയ്തത് അല്ലേ. ദി ആവറേജ് മാർക്ക് വാസ്, ആവറേജ് എന്ന് പറഞ്ഞാൽ മ്യൂ എന്ന് പറയുന്നത് 62 തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 12 തന്നിട്ടുണ്ട്. ഇഫ് there are only 100 vacancies, 5000 കുട്ടികൾ പങ്കെടുത്തു, പക്ഷെ അവിടെ വേക്കൻസി എന്ന് പറയുന്നത് 100 വേക്കൻസിയാണ് വരുന്നുള്ളൂ. 100 vacancies. Find the minimum mark that one should score. എത്രത്തോളമാണ് മിനിമം മാർക്ക് അല്ലേ. Find the minimum mark that one should score in order to get selected. എത്ര മിനിമം മാർക്കാണ് നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ വേണ്ടത് എന്നുള്ളതാണ് നമ്മളിതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ ആദ്യം എഴുതാനുള്ളത് എഴുതാം. ശ്രദ്ധിക്കുക. mu is equal to mu സമം 62. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു എത്രയാ 12 ആണല്ലോ. ഇനി ഇവിടെ എത്ര വേക്കൻസീസ് ഉണ്ട്? 100 വേക്കൻസീസ്. there are 100 vacancies. there are 100 vacancies. വേക്കൻസീസ് 100 ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇഫ് there are 100 വേക്കൻസീസ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ. അപ്പം നമ്മൾ എങ്ങനെയാണത് കണ്ടുപിടിക്കേണ്ടത്? ആകം 100 പേരല്ലേ വരുന്നുള്ളൂ, 100 കുട്ടികളാണ് വരുന്നത്. 100 വേക്കൻസിയാണുള്ളത്. 5000 പേര് അപ്പിയർ ചെയ്യുന്നുണ്ട്. അതിൽ എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് വേക്കൻസിയിൽ? 2% ആണുള്ളത് അല്ലേ. എങ്ങനെയാ? 3 0 ഇവിടെ പോയി, 2 10. 2% വേക്കൻസീസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ 2% പറഞ്ഞാൽ 2/100. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.02. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.02 ആണ് വരിക. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എവിടെ വരുന്നത്? 0.02 വരുന്നത്. സെഡ് ഗ്രേറ്റർ ദാൻ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളിങ്ങനെ ഗ്രാഫ് വരയ്ക്കുന്നു. വരച്ച് എവിടെ വരുന്നു? 0.02 കാണുകയാണ് ചെയ്യുന്നത്. ഈ സൈഡിലാണ് വരിക. 0.02 എന്ന് പറയുന്നത് ഇവിടെയാണ് വരിക. 0.02.
അപ്പോൾ 0.5 മൈനസ് നമുക്കൊരു വാല്യൂ വരുന്നത് വെച്ചെങ്കിൽ 5ൽ നിന്ന് മൈനസ് ചെയ്യാം അല്ലേ. മൈനസ് 0.02യുടെ വാല്യൂ എത്രയാണെന്ന് ടേബിൾ നോക്കി കണ്ടുപിടിക്കാം. 0.02 0.0 അല്ലേ, 0.02 പറയുന്നത് 0.00 എത്രയാണ് 0.02 എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത് വെച്ചെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് വരുന്നത് വെച്ചെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യുക വെച്ചെങ്കിൽ ഇതിന് മുന്നേ ആയിട്ട് ഇങ്ങനെ നമുക്ക് പെർസെൻറ്റേജ് കാണുന്ന സമയമാകുമ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കുന്നതിന് മുന്നേ ആയിട്ട് ഏരിയയിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം. 0.02 മൈനസ് ചെയ്യുക. ഇവിടെ 0.02 ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും ഭാഗമാണ് വരുന്നത്. അപ്പം നമുക്ക് ഏരിയയിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം. അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു 0.4800 വരും. ഏരിയ എന്ന് പറയുന്നത് 0.5 ആണ് വരിക. ആ 0.5ൽ നിന്ന് നമ്മൾ ഈ 0.02 മൈനസ് ചെയ്യുന്നു. അപ്പോൾ 0.4800 വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം വെച്ചെങ്കിൽ ഈ 0.448 എന്ന് പറയുന്നതിൻ്റെ ടേബിൾ വാല്യൂ എത്രയാണ് വരിക എന്ന് നമ്മൾ ടേബിളിൽ നോക്കി കണ്ടുപിടിക്കുക. ഇങ്ങനെ കണക്ക് തരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് മൈനസ് ചെയ്തു അല്ലേ. 5 ഏരിയയെ നമുക്കറിയാം. അതിൽ നിന്ന് നമുക്ക് കിട്ടിയ 2% ആണ് ഇവിടെ വേക്കൻസി വന്നിരിക്കുന്നത്. ആ 2% മൈനസ് ചെയ്യുമ്പോൾ 0.02 വന്നു. അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു 0.48 കിട്ടി അല്ലേ. അപ്പോൾ 0.48 നമുക്ക് ടേബിൾ വാല്യൂവിൽ എത്രയാണ് വരുന്നത്, ടേബിളിൽ എവിടെയാണ് അതിൻ്റെ വാല്യൂ വരുന്നത് എന്ന് നോക്കുക. നിങ്ങൾ ആ 48 വരുന്ന ഭാഗത്തോട്ട് നോക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ 48 വരുന്ന ഭാഗത്തോട്ട് നോക്കുമ്പോൾ അത് വരുന്നത് എവിടെയാണ് വെച്ചെങ്കിൽ 48 വരുന്നത് 2.07 എന്നുള്ളതിലാണ് വരുന്നത്. 47 ആ വരുന്ന വാല്യൂ എവിടെയാണ് വരുന്നത് എന്നുള്ളത് ടേബിളിൽ നോക്കുകയാണ് വേണ്ടത്. അത് ടേബിളിൽ നോക്കുമ്പോൾ വരുന്നത് എവിടെയാണ് 2.z=2.05 എന്നുള്ളതാണ് വരിക. 05ലാണ് അപ്രോക്സിമേറ്റ് ആയിട്ട് 0.4798 ആണ് വരിക. അതിനെ നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു 0.48 കിട്ടുന്നു കേട്ടോ. അതിനെ റൗണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് 0.48 കിട്ടുന്നത് അല്ലേ. ഇനി നമ്മുടെ സമവാക്യം എന്താണ് വരിക? അപ്പോൾ നമുക്ക് ഇവിടെ വാല്യൂ കിട്ടുകയാണ് ചെയ്ത് 0.48 എന്നുള്ള വാല്യൂ ഇവിടെ കിട്ടി. ഇനി നമ്മൾ ആ ഇക്വേഷനിൽ കൊടുക്കുകയാണ് വേണ്ടത്. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ z എന്ന് പറഞ്ഞാൽ 2.05 നമുക്ക് കിട്ടി. x മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എക്സ് നമുക്ക് അറിയില്ല, എക്സ് ആണ് ഇവിടെ കാണേണ്ടത്. 62/12. അപ്പോൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. x മൈനസ് 62 എങ്ങനെ വരിക 2.05 × 12 വരും അല്ലേ. 2.05 × 12 വരും. അപ്പം നമുക്ക് അതിന് x = 24.6. ഈ 62 അപ്പുറത്തേക്ക് വരുമ്പോൾ +62 ആയി അല്ലേ. 62 അപ്പുറത്തേക്ക് വന്നപ്പോൾ +62 ആയി. അപ്പോൾ നമുക്ക് എത്ര കിട്ടി 86.6 കിട്ടി. അപ്പം നമ്മൾ ഈ കണക്ക് ചെയ്ത് എക്സ് തരാത്ത കണക്ക്, നമുക്ക് എക്സിൻ്റെ വാല്യൂ എത്രയാണ്, മറ്റേ കണക്കുകളിലൊക്കെ നമുക്ക് എക്സ് ഇത്രയാണ്, എക്സിൻ്റെ വാല്യൂ നമുക്ക് ഇത്ര എടുത്തിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എക്സ് തരാത്ത കണക്കാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. അതിൽ നമ്മൾ അതിൻ്റെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര കിട്ടി 86.6 ആണ് കിട്ടിയത്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ കണക്കിൽ നമുക്കൊക്കെ എക്സിൻ്റെ വാല്യൂ തരാറുണ്ട്. അപ്പോൾ നമുക്കിതിൽ എക്സിൻ്റെ വാല്യൂ തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ എക്സിൻ്റെ വാല്യൂ തരാത്ത സമയത്ത് നമ്മൾ എത്ര പെർസെൻറ്റേജ് കണ്ടു, ആ പെർസെൻറ്റേജ് ആ ഏരിയയിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ആ വാല്യൂ എവിടെയാണ് ടേബിളിൽ വരുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതാണ് നമ്മുടെ z = എന്നുള്ള വാല്യൂ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. എന്നിട്ട് നമ്മൾ സമവാക്യത്തിൽ കൊടുത്തിട്ട് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു കണക്ക് കൂടി ചെയ്യാം, ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലേ. തേർഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് അത് എല്ലാവരും തേർഡല്ല, നമ്മൾ പുതിയ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇന്ന് മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൂടി നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതിൽ നമുക്കിനി ചെയ്യാനുള്ളത് നോക്കാം. അതിൽ നമുക്ക് ചെയ്യാനുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. The weekly wages of the weekly wages of the weekly wages of 1000 workmen
are normally distributed around a mean of rupees 70 and with a standard deviation is 5 is rupees 5. Standard deviation എന്ന് പറയുന്നത് 5 ആണ് അല്ലേ. Estimate the number of workers whose weekly wages will be between rupees 70 and 72. Rupees 70 and 72. 70 and 72. Also estimate the lowest wages of the of the 100 highest paid workers. അപ്പോൾ ഇതാണ് നമുക്ക് അടുത്തതായിട്ട് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത് അല്ലേ. അപ്പം നമ്മൾ ഇതിൽ പറയുന്നത് വീക്കിലി വേജസ് ഓഫ് 1000 വർക്കേഴ്സ് ആർ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് അറൗണ്ട് mean of rupees 70, standard deviation of rupees 5. Estimate the number of workers whose weekly wages will be 70 and 72, almost lowest wages of 100 wages highest paid workers. അല്ലേ. അപ്പം നമുക്കിതിൽ എക്സ് തന്നിട്ടുള്ള കണക്കാണ് അല്ലേ. കഴിഞ്ഞ കണക്ക് മാതിരി എക്സ് കണ്ടുപിടിക്കാനുള്ളതല്ല. അതിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ആദ്യത്തേൽ തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് ചെയ്യാം. നോക്കുക. ഇതിൽ ആദ്യം മ്യൂ ഈസ് ഈക്വൽ ടു, നമുക്കിതിൽ മ്യൂ തന്നിട്ടുണ്ട് അല്ലേ. മീൻ എന്ന് പറയുന്നതാണ് മ്യൂ ഈസ് ഈക്വൽ ടു, മ്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്ര തന്നിരിക്കുന്നത് 70 തന്നിട്ടുണ്ട് അല്ലേ. 70. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് എത്ര തന്നെ 5 തന്നിട്ടുണ്ട് അല്ലേ. മ്യൂ ഈസ് ഈക്വൽ ടു 70, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 5. ഇനി നെക്സ്റ്റ് ബിറ്റ്വീൻ 70 and 72. Between 70 and 72 അല്ലേ. അപ്പോൾ 70 and 72 എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. അപ്പോൾ when x is equal to 70, x എന്ന് പറഞ്ഞാൽ നമ്മൾ 70 ആയിട്ട് എടുത്തു അല്ലേ. അപ്പോൾ z is equal to x minus mu divided by standard deviation അല്ലേ. ഇതല്ലേ നമ്മുടെ സമവാക്യം. z is equal to x minus mu divided by standard deviation അല്ലേ. അപ്പോൾ 70 minus 72 divided by 5. അപ്പോൾ 70 minus 72 പറഞ്ഞാൽ 2/5. അപ്പോൾ 2/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും?
അല്ല ആദ്യം 70 അല്ലേ നമുക്ക് 70 മൈനസ് 72 ഡിവൈഡഡ് ബൈ വെൻ എക്സ് ഈസ് ഈക്വൽ ടു 70 എക്സ് 70 ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് എത്രയാണ് 70 മൈനസ് 70 ആണുള്ളൂ വരിക അല്ലേ തെറ്റിപ്പോയി ഇവിടെ ബൈ 5 അപ്പോൾ എത്ര വന്നു 5 ബൈ നമ്മുടെ എത്ര വരുന്നത് 0 ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 0 കിട്ടി അല്ലേ ആൻസർ ഈസ് ഈക്വൽ ടു 0 ആണ് വരുന്നത് നെക്സ്റ്റ് വെൻ എക്സ് ഈസ് ഈക്വൽ ടു 72 വെൻ എക്സ് സമം 72 വരുമ്പോൾ എങ്ങനെ വരും സെറ്റ് ഈസ് ഈക്വൽ ടു 72 മൈനസ് 70 ബൈ 4 അപ്പോൾ എത്ര വന്നു 0.4 വന്നു അല്ലേ 0.4 വന്നു അപ്പോൾ നമുക്ക് എന്ത് എഴുതാം പി ഓഫ് 0 ലെസ് ദാൻ സെറ്റ് ലെസ് ദാൻ 0.4 ഞാൻ 0 പോയിൻ്റ് ഡയഗ്രാം ഇതിപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഡയഗ്രാം വരയ്ക്കണം കേട്ടോ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ഡയഗ്രാം വരച്ച് 0 പോയിൻറ്റ് പ്ലസ് ഒക്കെ വരുന്നത് ഈ സൈഡിലാണ് വരിക ഇവിടെയാണ് 0.4 വരിക കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു എത്രയാണ് 0.4ൻ്റെ വാല്യൂ നോക്കുക പി ഓഫ് 0 ലെസ് ദാൻ സെറ്റ് ലെസ് ദാൻ 0.4 0.4ൻ്റെ വാല്യൂ എന്ന് മൈനസ് ചെയ്യേണ്ട 0.5ൽ നിന്ന് മൈനസ് ചെയ്യേണ്ട നമുക്ക് രണ്ട് ഫിഗറുകൾ തന്നിട്ടുണ്ടായിരുന്നു ഒന്നിൻ്റെ വാല്യൂ 0 ആയ കാരണം കൊണ്ടാണ് നമ്മളിവിടെ മൈനസ് ചെയ്യാത്തത് ഇനിയിപ്പോൾ എന്തുകൊണ്ട് 0.5ൽ നിന്ന് മൈനസ് ചെയ്തില്ല എന്നുള്ളൊരു സംശയം വേണ്ട വെച്ചിട്ടാണ് പറഞ്ഞത് അപ്പം 0.4ൻ്റെ വാല്യൂ 0.4ൽ 0 നോക്കുമ്പോൾ 0.1554 ആണ് വരിക കേട്ടോ അപ്പോൾ എത്ര വരിക 0.1554 ഇതാണ് അതിൻ്റെ വാല്യൂ ആയിട്ട് വരിക എത്ര വരിക 0.1554 ആണ് വരിക ഇനി ദെർഫോർ വർക്കേഴ്സ് എന്ന് പറയുന്നത് 1000 വർക്കേഴ്സ് ആണല്ലോ അപ്പോൾ 1000 ഇൻറ്റു 0.1554 അല്ലേ അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 115 നോക്കിക്കോളൂ എത്ര സ്ഥാനം 4 3 പൂജ്യം കൂടി ഇടല്ലേ 155 155 ആണ് അതിൻ്റെ ആൻസറായിട്ട് വരിക നെക്സ്റ്റ് വൺ പ്രപ്പോർഷൻ നെക്സ്റ്റ് പറയുന്നത് എന്താ വെച്ചെങ്കിലേ ഒരെണ്ണം നമ്മൾ ചെയ്തു എസ്റ്റിമേറ്റ് ദ ലോവസ്റ്റ് വേജ് ഓഫ് ദി 100 ഹയസ്റ്റ് വർക്കേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് എക്സ് തന്നിട്ടില്ലേ അപ്പോൾ നമ്മൾ എക്സ് കണ്ടുപിടിക്കണം അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം മാതിരിയാണ് ഇത് ബി കേസ് വരുന്നത് എക്സ് ഇത്ര എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടില്ല അപ്പോൾ അതിൽ എക്സിൻ്റെ വാല്യൂ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കണം അതെങ്ങനെ ചെയ്യാൻ നോക്കാം ശ്രദ്ധിക്കുക എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം കേട്ടോ അപ്പോൾ അത് കണ്ടുപിടിക്കുമ്പം ആദ്യം പ്രപ്പോർഷൻ ഓഫ് ഹൺഡ്രഡ് ഹൈലി പെയ്ഡ് വർക്കേഴ്സ് 100 highly paid workers അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ 100 ഡിവൈഡഡ് ബൈ 1000 അല്ലേ അപ്പോൾ എത്രയാണ് വരിക 1 അല്ലേ 100 അല്ലേ വരുന്നത് 1 അല്ലേ വരിക 1/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.01 വരും അല്ല 0. ഒരു സ്ഥാനമല്ലേ നീക്കമുള്ളൂ അപ്പോൾ 0.1 വരും അല്ലേ അപ്പം അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.1 ആണ് വരിക കേട്ടോ ഇനി നമ്മൾ നേരത്തെ മാതിരി 0.5ൽ നിന്ന് 0.1 മൈനസ് ചെയ്യുക അപ്പോൾ എത്ര കിട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.5ൽ നിന്ന് 0.1 മൈനസ് ചെയ്യുമ്പോൾ 0.40 ആണ് വരിക കേട്ടോ 0.40 അത് 0.40 നമ്മുടെ ടേബിളിൽ എവിടെയാണ് വരുന്നത് എന്ന് നോക്കുകയാണ് വേണ്ട അപ്രോക്സിമേറ്റ് ആയിട്ട് എവിടെയാണ് വരുന്നത് എന്നുള്ളത് നോക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ 0.40 തുടങ്ങുന്നത് നിങ്ങൾ നോക്കുക 4 തുടങ്ങുന്നോർത്തുനിന്ന് നോക്കിയാൽ മതി അതിൽ വരുമ്പോൾ 40 വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 1.28 ആണ് വരുന്നത് 1.240 വരുന്നത് 1.28ലാണ് 0.3997 ഇതിൽ നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാം അപ്പോൾ 1.28 ആണ് വരിക അപ്പോൾ നമ്മൾ എന്ത് എഴുതണം വെൻ സെഡ് ഈസ് ഈക്വൽ ടു 1.28 വരുമ്പോൾ ടേബിൾ വാല്യൂ എന്ന് പറയുന്നത്
0.40 ആവുന്നു അല്ലേ. എന്നിട്ട് നമ്മൾ ആ ഇക്വേഷനിൽ കൊടുക്കുക. 1.28 ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്കറിയാം. മ്യൂ എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. മ്യൂ 70 ഡിവൈഡഡ് ബൈ 5. ഇനി നമ്മളിത് ചെയ്തിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എക്സ് മൈനസ് 70 ഈസ് ഈക്വൽ ടു 1.28 ഇൻറ്റു 5 അല്ലേ. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സമം എത്രയാണ് എന്നുള്ളത് കിട്ടും. എക്സ് സമം എന്ന് പറയുന്നത് 70 പ്ലസ് 6.4. 70 പ്ലസ് 6.4. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 76.4 ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. 76.4 എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. അതാണ് നമ്മുടെ ഇതിപ്പം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ കണക്ക് എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കാണുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ പറയാനുള്ളത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വരുന്നത് നിങ്ങൾ ബുക്ക് നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. നമുക്കിനി നെക്സ്റ്റ് ഒരു ഭാഗം കൂടിയാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. ഫിറ്റിംഗ് എന്നുള്ളൊരു ടോപ്പിക്കാണ് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ സെഡ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കണക്കിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ നമ്മളത് കണ്ട് പിടിക്കണം അല്ലേ. അത് എങ്ങനെയാച്ചെങ്കിൽ അത് കണ്ടിട്ട് നമ്മളത് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. എന്നിട്ട് അത് ടേബിളിൽ എവിടെയാണോ വാല്യൂ വരുന്നത് വെച്ചെങ്കിൽ അപ്രോക്സിമേറ്റ് ആയിട്ട് വരുന്നത് വെച്ചെങ്കിൽ ആ വാല്യൂ എടുത്തിട്ട് എഴുതുകയാണ് വേണ്ടത്. എക്സിൻ്റെ വാല്യൂ തരാത്ത കേസിൽ, അല്ലാത്ത സമയത്ത് നമുക്കത് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കും കൊണ്ട് തിയറി പാർട്ട് പറയാം, എന്നിട്ട് നമുക്ക് നിർത്താം. ശ്രദ്ധിക്കാം. നെക്സ്റ്റ് നമുക്കിതിലെടുക്കാനുള്ള ഫിറ്റിംഗ് എന്നുള്ളൊരു ടോപ്പിക്കും കൂടിയാണ് പറയാനുള്ളത്. ഫിറ്റിംഗ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളൊരു ടോപ്പിക്കും കൂടിയാണ് നെക്സ്റ്റ് പറയാനുള്ളത്. അപ്പോൾ മെയിൻ പ്രോബ്ലം ഓഫ് ഫിറ്റിംഗ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എസ്റ്റിമേറ്റിംഗ് ദി പാരാമീറ്റേഴ്സ് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ. മ്യൂ ഏതാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ നമ്മുടെ മ്യൂ ഇസ് ഈക്വൽ ടു എത്രയാണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ സമവാക്യത്തിൽ അപ്ലൈ ചെയ്യുക. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ സമവാക്യം എന്തായിരുന്നു 1/f ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കാണാൻ 1/√2π സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2π സിഗ്മ ഇ റേസ് ടു -1/2 -1/2 എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫിറ്റിംഗ് ചെയ്യുമ്പോൾ ഇക്വേഷൻ. നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. നമ്മൾ തുടക്കത്തിൽ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1/√2π സിഗ്മ ഇ റേസ് ടു -1/2 എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ ആദ്യം നമ്മളത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്സ്. കാൽക്കുലേറ്റ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുക, കാൽക്കുലേറ്റ് സെഡ് വാല്യൂ കാണുക. സെഡ് വാല്യൂ ആദ്യം നമ്മൾ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എത്രയാണ് എൻ്റെ സ്റ്റെപ്സ് പറയുകയാണ്. നമ്മൾ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എത്രയാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ സെഡ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അതിൻ്റെ വാല്യൂസ് അതിൽ സെറ്റ് ചെയ്യുക. ആദ്യം മൂന്നാമതായിട്ട് ഫൈൻഡ് ദി ഏരിയ എത്രയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഫൈൻഡ് ദി ഏരിയ ഓഫ് ഈച്ച് ക്ലാസ്. എന്നിട്ട് ഏരിയ കാണാൻ വേണ്ടി മുന്നത്തെയായിട്ട് സബ്സ്ട്രാക്റ്റ് ചെയ്യാണ് വേണ്ടത്. സബ്സ്ട്രാക്റ്റ് ചെയ്തിട്ട് ചെയ്യുക. എന്നിട്ട് മൾട്ടിപ്ലൈ ദി ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ അത് ടോട്ടൽ കൊണ്ട് ടോട്ടൽ ഫ്രീക്വൻസി കൊണ്ട് ഇൻഡ്യൂട്ട് ചെയ്യുക. ഇത്രയും ചെയ്യാനുള്ളൂ. ആദ്യം മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എത്രയാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് സെഡ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെയ്യാം. എന്ന് തൊട്ട് മുന്നത്തെ ഇതുമായിട്ട് സബ്സ്ട്രാക്റ്റ് ചെയ്യാം. സബ്സ്ട്രാക്റ്റ് ചെയ്തിട്ട് അതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, n കൊണ്ട് ടോട്ടൽ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇത്രയാണ് നമുക്കതിൽ ചെയ്യാനുള്ളത്. ഇത് നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. അപ്പോൾ ഇതുവരെയുള്ള ഭാഗങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വരികയാണെങ്കിൽ മെസ്സേജ് ചെയ്യാം. ശരി, ഓക്കെ.